ഏത് മണ്ഡലം നിലനിർത്തണം? റായ്ബറേലി വേണോ, വയനാട് വേണോ? രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് സൂചന. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരവും കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റായ്ബറേലി നിലനിർത്തുന്നതിന് ദേശീയ തലത്തിൽ പ്രാധാന്യമുണ്ടെന്നും മനസ്സിലാകുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. നിതിൻ അംബുജൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ, പറയൂ. ഗുഡ് മോർണിംഗ്. 14 ദിവസത്തിനകം, അതായത് ഫലം വന്ന് വരണാധികാരിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി അതിനുശേഷം 14 ദിവസത്തിനകം ഏത് മണ്ഡലം നിലനിർത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതിനുശേഷം ഈ ഒരു കാര്യം ഔദ്യോഗികമായി അറിയിക്കണം. അത്തരം ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ രണ്ട് മണ്ഡലങ്ങളിലെ വിജയം റദ്ദാക്കുന്ന നിലപാടിലേക്കും സ്വീകരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അത്തരം ഒരു തീരുമാനം അറിയിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. 17-നകം തീരുമാനം അറിയിക്കേണ്ടതാണ്. എന്തായാലും ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റായ്ബറേലിയാണോ വയനാടാണോ രാഹുൽ ഗാന്ധി നിലനിർത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആകാംക്ഷ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണെങ്കിൽ വയനാട് യാത്രയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് താൻ വലിയ ധർമ്മസങ്കടത്തിലാണ്. ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സമ്മർദ്ദം, അതായത് ഉത്തരേന്ത്യൻ നേതാക്കളുടെ അടക്കം സമ്മർദ്ദം, അതോടൊപ്പം ദേശീയ രാഷ്ട്രീയ സാഹചര്യം, ഇതെല്ലാം പരിഗണിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിലനിർത്താനാണ് സാധ്യത. വയനാട് അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കും. നേരത്തെ KPCC അധ്യക്ഷൻ K. സുധാകരൻ അതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ തന്നിരുന്നു. പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിലെ നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം, അതോടൊപ്പം തന്നെ സഖ്യത്തിന്റെ മുന്നേറ്റം. നമുക്കറിയാം 17 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ 6 സീറ്റിൽ വിജയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 7 കേന്ദ്രമന്ത്രിമാരെയാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തിയത്. ഇതിന്റെ മുന്നേറ്റത്തിന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം തന്നെ കേരളത്തിലെ നേതാക്കൾ ഉന്നയിക്കുന്ന കാര്യം കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി തുടരണമെന്നൊരു സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ പോലും അതൊരു പക്ഷേ ഉത്തരേന്ത്യയിലെ സാഹചര്യം, ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിലനിർത്തുമെന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും രാഹുൽ ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയത് ആരെയും മുറിവേൽപ്പിക്കാത്ത ഒരു തീരുമാനം സ്വീകരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ ഇറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത്തരമൊരു ചർച്ച ഇപ്പോൾ അണിയറയിൽ നടക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് രംഗത്ത് ഉണ്ടാകില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു തീരുമാനം ഉപേക്ഷിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരും. KPCC ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. KPCCയുടെ പൊതുവികാരവും രാഹുൽ ഗാന്ധി മാറിയാൽ പ്രിയങ്ക ഗാന്ധി വരണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. അതേസമയം തന്നെ കേരളത്തിലെ ചില നേതാക്കളെയും പരിഗണിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 14 ദിവസത്തിനകം രാഹുൽ ഗാന്ധി ഈ നിലപാട് അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഒരു പക്ഷേ തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം പങ്കുവയ്ക്കുന്നത്. അധികം വൈകാതെ ആ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. രാഹുൽ ഗാന്ധി വയനാടാണോ റായ്ബറേലിയാണോ നിലനിർത്തുക എന്ന കാര്യത്തിൽ. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക വരുമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് നെഹ്റു കുടുംബമാണ്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.